27-ാം തീയതി രാവിലെ 5:30 മണിക്കും 6 മണിക്കുമാണ് ആ സബർമതി എക്സ്പ്രസ് ഗോധ്ര റെയിൽവേ സ്റ്റേഷൻ കടന്നു പോകേണ്ടത്. ഗുജറാത്തിൽ എൻ്റർ ചെയ്യുന്ന ദാഹോദ് എന്നുള്ള സ്റ്റേഷനാണ്. ദാഹോദ് കഴിഞ്ഞിട്ട് അടുത്ത് ഗോധ്ര സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് ബറോഡയിൽ നിന്ന് ടുവേഴ്സ് നോർത്ത് വന്നിട്ട് അഹമ്മദാബാദ് വരികയായിരുന്നു. പക്ഷേ അതൊന്നും താമസിച്ച് 7:30 മണിക്ക് വന്നു. 7:30 മണിക്ക് വന്നപ്പോൾ ഈ S6 എന്നുള്ള ആ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഉള്ള കരസേവകർ, ഈ കരസേവകർ അവരെ ഈ കൂട്ടമായിട്ട് പോകുമ്പം അവർ സ്റ്റേഷനിൽ ഇറങ്ങി ആ സ്റ്റേഷനിൽ ആപ്പിൾ വിൽക്കുക, ഈ വഴി വാണിഭക്കാരെന്ന് പറയാം, അല്ലെങ്കിൽ വെൻഡേഴ്സ് അവരുടെ ഭക്ഷ്യവസ്തുക്കൾ മോഷ്ടിക്കും, പൈസ തിരിച്ചു കൊടുക്കില്ല. 4-5 പേരായിട്ട് നിന്ന് 10 ആപ്പിൾ എടുത്തുകൊണ്ട് പോകും. ഇത് അവരെ ഈ കരസേവ കഴിഞ്ഞ് മടങ്ങുന്ന S6-ലുള്ള ആളുകൾ, S6-ല്ല X5-ലെ S3-ലൊക്കെ ഈ കരസേവകരുണ്ടായിരുന്നു. അവർ പലരും ഇത് ചെയ്തു. പലരും ഇത് ചെയ്തപ്പോഴേ ഇവർ എതിർത്തു. അങ്ങനെ ഊന്തും തള്ളും ഉണ്ടായി. ഈ ഗോധ്ര സ്റ്റേഷനിലെ ഒരു പ്രത്യേകത, അവിടുത്തെ സാമൂഹ്യമായ ഒരു പശ്ചാത്തലം, അവിടുത്തെ ആളുകളുടെ നേച്ചർ വളരെ രസകരമാണ്. അത് ഖാച്ചി മുസ്ലിംസ് എന്നുള്ള ഒരു മുസ്ലിം വിഭാഗമാണ് അവിടെ താമസിക്കുന്നത്. അവരെ മുൻപ് സുൽത്താൻമാരുടെയും ഔറംഗസീബിൻ്റെയും മുഗളന്മാരുടെ സോൾജേഴ്സായിരുന്നു. ഈ മുഗള രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം അവർക്ക് ബ്രിട്ടീഷ് ആർമി ചേരാനുള്ള വിദ്യാഭ്യാസവുമില്ല, ഇല്ലിറ്ററേറ്റാണ്. അപ്പോൾ അവരെ കുറച്ച് പേരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മറ്റവരെല്ലാം ചെറിയ ചെറിയ പെറ്റി ബിസിനസ് നടത്തുകയായിരുന്നു. അവരുടെ ഈ വസ്തുക്കൾ പിടിച്ചു പറിച്ചാൽ അവർ തല്ലും. അങ്ങനെ അവർ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. പിന്നെ ഈ കരസേവകരുടെ വേറൊരു ദൂഷ്യം എന്ന് വെച്ചാൽ, ഒരു താടി വെച്ച ഒരു മുസ്ലിമിനെ അവർ പിടിച്ച് ജയ് ശ്രീരാം ബോലോ എന്ന് പറഞ്ഞു, ശ്രീരാമന് ജയ് വിളിക്കാൻ പറഞ്ഞു. ഇതൊക്കെയാണ് ഇനീഷ്യൽ റിപ്പോർട്ടിൽ അവിടുന്ന് പോലീസിന് കളക്ടറും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കളക്ടർ അയച്ചത്, പോലീസുകാരും അയച്ചത്. ഇതാണ് അവിടെ നടന്ന സംഭവം. അതിൽ ഈ പ്രൊവക്കേഷൻ ഉണ്ടാകാനുള്ള കാരണം, S16-ൽ തീവണ്ടി കയറാൻ നിന്ന ഒരു ചെറുപ്പക്കാരി മുസ്ലിം പെൺകുട്ടിയെയും അതിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അവരെ ബലാത്കാരമായി S6-ൽ പിടിച്ചു കയറ്റി. ഇത് ആ മുസ്ലിങ്ങളെല്ലാം കണ്ടു. അത് വലിയ ബഹളമായി. പക്ഷെ ഭാഗ്യത്തിന് അതിനകത്ത് കരസേവകരുടെ ഭാഗമായിട്ടുള്ള പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അവർ പ്രിയ പെൺകുട്ടിയെ പിടിച്ചു കയറ്റിയെന്നാൽ അവരെ ഇറക്കി വിട്ടു, മറു സൈഡിൽ കൂടെ ഇറക്കി വിട്ടു. പക്ഷേ ജനങ്ങൾക്ക് ഇത് ബോധ്യമായില്ല. അത് പെണ്ണിനെ പിടിച്ചോണ്ടുപോയി എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കല്ലേറ് തുടങ്ങിയത്. ഈ കല്ലേറ് 7:30 മണിക്ക് തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കല്ലേറ് തുടർന്നിരിക്കാം. ഇതിൽ ഈ ടൈം ആയതിനു ശേഷം ബോഗി വിട്ടുപോയതിനു ശേഷം ചില കരസേവകർ വെളിയിലായിപ്പോയി. അത് അവർ തന്നെയാണ് ചെയിൻ പിടിച്ച് നിർത്തിയത്. ആ ചെയിൻ പിടിച്ച് നിർത്തിയത് ഒരു ഈ സ്റ്റേഷൻ വിട്ടിട്ട്, പ്ലാറ്റ്ഫോം വിട്ടിട്ട് ഒരു പൊക്കമുള്ള സ്ഥലത്തായിരുന്നു. അവിടെ ഗ്രൗണ്ട് ലെവലിലും ഈ കമ്പാർട്ട്മെൻറ്റുമായിട്ട് വളരെ ഉയർച്ചയായിരുന്നു. അത് സിഗ്നൽ ഫലിയ എന്ന് പറയും. അതൊരു മുസ്ലിം സ്ലം ആയിരുന്നു. ആ സ്ഥലത്താണ് നിന്നത്. അവിടെ ഈ മുസ്ലിം പെണ്ണിനെ അകത്ത് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നുള്ള റൂമർ അവിടെ എത്തി. അപ്പോൾ അവരെല്ലാം അവിടെ കൂട്ടം കൂടി ഇവരെ ഈ S6-നകത്ത് തീപ്പന്തങ്ങൾ എറിഞ്ഞതാണ് കേസ്. പക്ഷേ അതിനകത്ത് തീപ്പന്തം താഴെ നിന്ന് എറിയാനൊക്കെയില്ല. അങ്ങനെ പല സംശയാസ്പദമായ കാര്യമുണ്ട്. അവിടെ വെച്ചാണ് ഈ 58 പേര് ഇതിന് തീ പിടിച്ച് മരിച്ചുപോയത്. ഈ ഡെഡ് ബോഡീസിന് അഹമ്മദാബാദ് സിറ്റിയിലെ ഈ കമ്മ്യൂണൽ ജ്വരം കത്തി നിൽക്കുന്ന അഹമ്മദാബാദ് സിറ്റിയിലെ ഈ സ്റ്റേറ്റ് VHP ചീഫ് ജയദീപ് പട്ടേൽ അയാൾ അവിടെ പ്രദർശിപ്പിച്ചു. ഈ വിശ്വഹിന്ദു പരിഷത്ത് ചീഫിനുമായിട്ട് ഈ ഡെഡ് ബോഡിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് റിലീസ് ചെയ്യാൻ പാടില്ല, അത് പോട്ടെ, അത് വേറെ പല ഇഷ്യൂസാണ്. അതിനുശേഷം ഈ ഡെഡ് ബോഡീസ് പരേഡ് ചെയ്ത ആ സ്ഥലങ്ങളിലെല്ലാം ഇസ്ലാം വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇസ്ലാം വിരുദ്ധ പ്രകടനങ്ങളുടെ പോലെ പലതും നടന്നു. പിന്നെ മിയാബായി ചോർ ഹേ, മിയാബായി കുമാരോ എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് പ്രോഫറ്റിനെ പറ്റിയൊക്കെ വളരെ മോശമായ അഭിപ്രായ പഠനങ്ങളുണ്ടായി. അന്ന് വൈകുന്നേരം തൊട്ട് ഒരു സീരിയസ് ലഹളയുടെ ഒരു അന്തരീക്ഷം അഹമ്മദാബാദിലുണ്ടായി.